ഓവനും ബീറ്ററും ബേക്കിംഗ് ട്രേ ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള ഫ്രൈയിങ് പാനിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചോക്ലേറ്റ് ക്രീം കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്കിനുള്ള 3 ലെയറുകൾ നമ്മൾ സെപ്പറേറ്റ് തയ്യാറാക്കി എടുത്തിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്രത്തോളം ഒരു സോഫ്റ്റ്നെസ് വരില്ല എങ്കിലും ഈ ഒരു കേക്കും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളൊരു ബർത്ത്ഡേ കേക്കൊന്നും തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം നമുക്ക് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ ആണ്, ശ്രദ്ധിക്കണം, ബേക്കിംഗ് സോഡ അല്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ 2 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ സാധാരണയായിട്ട് ഒറ്റ തവണയിൽ മുഴുവൻ ബാറ്റർ ഒഴിച്ച് ഒരു വലിയ കേക്ക് ഉണ്ടാക്കിയിട്ട് ലെയേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു കേക്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പാൻ കേക്ക് പോലെ കേക്ക് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ 2 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇട്ടിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കണം. തണുത്ത പാല് ചേർക്കരുത്, റൂം ടെമ്പറേച്ചറുള്ള പാലായിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ 1 മിനിറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പാച്ചുല ഇല്ല എങ്കിൽ സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല സ്മൂത്തായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളെ ബാറ്ററിന് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുഴുവൻ ബാറ്ററും ഒറ്റ ടൈമിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യല്ല ചെയ്യുന്നത്, പകരം 3 തവണയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കേക്കിന് മെഷർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ടൈപ്പ് കപ്പ്, ഈ കപ്പിൽ 3 കപ്പ് ബാറ്റർ ഉണ്ടാവും ഇത്. അപ്പോൾ ഓരോ കപ്പ് ഒഴിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. സാധാരണ ഫ്ലാറ്റ് പാൻ എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് കടായി ടൈപ്പ് പാനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ചൂടായ പാനിലേക്ക് 1 കപ്പ് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മീഡിയം സൈസുള്ള ഒരു ഫ്രൈയിങ് പാൻ എടുത്താൽ മതി കേട്ടോ, എങ്കിലേ നമ്മളെ ലെയറിന് അത്യാവശ്യം തിക്നെസ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒഴിച്ച ബാറ്റർ ഇതേപോലെ സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചോ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രൈയിങ് പാൻ കൊണ്ട് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കവർ ചെയ്തിട്ട് ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 4 മിനിറ്റിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. കയ്യിൽ ഒട്ടുന്നില്ല എങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് വീണ്ടും കവർ ചെയ്തിട്ട് 1 മിനിറ്റ് കൂടെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 2 ലെയറുകൾ കൂടെ റെഡിയാക്കി എടുക്കണം. സാധാരണ കേക്ക് വലിയ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലെയർ ആക്കാൻ പറ്റുന്നില്ല, ലെയർ ആക്കുമ്പോൾ മുറിഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുന്ന ആളുകൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്താൽ മതി. അത്രത്തോളം പ്രൊഫഷണൽ കേക്ക് അല്ല എങ്കിലും നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു സിമ്പിൾ കേക്കാണിത്. നല്ല സോഫ്റ്റാണ്, ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതേപോലെ നമ്മൾ എല്ലാ ലെയറും തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കണം. കേക്കിന് വേണ്ടിയുള്ള സിമ്പിൾ സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം.
എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് കേക്കിനുള്ള ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക്, തണുത്ത വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ തന്നെ ബ്ലേഡും അതുപോലെ തന്നെ ബൗളും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. എങ്കിലേ നമുക്ക് സ്റ്റിഫ് പീക്സ് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഞാനൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മളെ വീട്ടിലുള്ള പാൽപ്പൊടി ചേർത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമാണ് ചേർത്താൽ മതി കേട്ടോ. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കേക്കിൻ്റെ സൈഡൊന്നും ലെവലല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിങ്ങോ വെച്ചതിന് ശേഷം ഇതിൻ്റെ വക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ലെയറും ഒരേ സൈസിൽ കിട്ടും. അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 3 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതേപോലെ തിക്നെസ് ഉണ്ടാവും നമ്മളെ കേക്കിൻ്റെ ഓരോ ലെയറിനും. ഇനി നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഒരു കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കേക്ക് ട്രേ ഇല്ലെങ്കിൽ പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലെയർ നീങ്ങിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ബേസ് ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചൂടാറിയപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരല്പം ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ കേക്കിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കേക്ക് ടൂൾസ് ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ളൊരു തിക്നെസ്സിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. വെക്കുന്നതിന് മുമ്പ് കേക്കിൻ്റെ ലെയർ സോക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യണം. നേരത്തതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറിലും ക്രീം ആക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു സിമ്പിൾ കേക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പ്ലെയിൻ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രോസ്റ്റിംഗ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇനി നമ്മൾ ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് കേക്കിൻ്റെ ടോപ്പ് പാർട്ടും അതുപോലെ തന്നെ സൈഡും മൊത്തമായിട്ട് ഒന്നങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ടോപ്പ് പാർട്ടിലും അതുപോലെ തന്നെ സൈഡിലും ക്രീം നന്നായിട്ടൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്മൂത്ത് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പോലെ ഇതേപോലെ നമ്മൾ ആവശ്യത്തിനുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്മൂത്ത് ആക്കി എടുത്താൽ മതി. ഇത് പ്ലെയിൻ ക്രീം ഫ്രോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിത് ഒരു തവണ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം രണ്ടാമത് കുറച്ചുകൂടെ ക്രീം ഇട്ടിട്ട് സെക്കൻഡ് കോട്ടിങ് കൂടെ കൊടുത്തിട്ടാണ് ലെവൽ ചെയ്തെടുത്തിട്ടുള്ളത്. കേക്ക് ബേക്കിങ്ങും അതുപോലെ ഫ്രോസ്റ്റിങ്ങും ഒന്നും ഞാനും പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കി തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ടോപ്പും സൈഡും ഒക്കെ നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐഡിയ പോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റാർ ടിപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലൊരു ബോർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കേക്കിൻ്റെ ടോപ്പിലായിട്ട് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ബാർ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കേക്ക് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണിത്. ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം.
അതുപോലെ തന്നെ ഈ വീഡിയോ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.